ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആനയും ആനവണ്ടിയും യാത്രകളും എന്ന നമ്മുടെ ചാനലിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പറമ്പിക്കുളം KSRTC ട്രിപ്പ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അരിക്കൊമ്പനാൽ വളരെ വിവാദങ്ങൾ സൃഷ്ടിച്ച പറമ്പിക്കുളം കാടുകളിലേക്ക് നമ്മൾ ഇന്ന് പോവുകയാണ്. 7:50 നമ്മുടെ KSRTC ബസ് ഇവിടെ നിന്ന് പുറപ്പെടുന്നത്. ബസ് എത്തിയിട്ടുണ്ട്. നമ്മളതിൽ കയറി. നമ്മൾ എത്തുമ്പോഴേക്കും കുറച്ച് ആളുകൾ ഫ്രണ്ടിലെ സീറ്റിലൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ബോണറ്റിലിരുന്നാണ് ഇന്ന് യാത്ര എക്സ്പീരിയൻസ് ചെയ്യുന്നത്. എനിക്ക് വളരെ അപൂർവമായ ഒരു അവസരമാണ് ഇത്തരത്തിൽ ബോണറ്റിലിരുന്ന് KSRTCയിൽ യാത്ര ചെയ്യാൻ കിട്ടുന്നത്. ബോണറ്റിലിരുന്നാണ് നമ്മൾ ഇന്ന് വീഡിയോ എടുക്കുന്നത്. എല്ലാ സുഹൃത്തുക്കളും സഹകരിക്കുക. ഈ ബസ്സിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് പറമ്പിക്കുളം ടൈഗർ റിസർവ് വഴി പോകുന്ന KSRTCയുടെ ഒരേ ഒരു സർവീസാണ് ഈ ആനവണ്ടി സർവീസ്. 7:50 ഈ KSRTC സ്റ്റാൻഡിൽ നിന്നും പുറപ്പെടുന്ന ബസ് പ്രൈവറ്റ് സ്റ്റാൻഡിൽ പോയി 8:15 കൂടിയാണ് അവിടെ നിന്ന് യാത്ര തുടരുന്നത്. നമ്മളുടെ ബസ് ഇവിടെ സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. സെന്തിൽകുമാർ സാറും മഹേഷ് സാറുമാണ് നമ്മുടെ ബസ്സിലെ ഇന്നത്തെ സാരഥികൾ. സെന്തിൽകുമാർ സാറാണ് ഡ്രൈവറായിട്ടുള്ളത്, മഹേഷ് സാറ് കണ്ടക്ടർ. ഈ സർവീസ് കൂടാതെ തമിഴ്നാട് RTCയുടെ മറ്റൊരു സർവീസ് കൂടി ഈ പറമ്പിക്കുളം റൂട്ടിൽ ഉണ്ട്. അതിൻ്റെ സമയം നമുക്ക് വഴിയെ പറയാം. 117 രൂപയാണ് ബസ് ചാർജ് വരുന്നത്. ഇപ്പോൾ നമ്മുടെ ബസ് പ്രൈവറ്റ് സ്റ്റാൻഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു 10 മിനിറ്റോളം ഹോൾട്ട് ഉണ്ട്. അതിനുശേഷമാണ് നമ്മുടെ ബസ് ഇവിടെ നിന്ന് യാത്ര തുടരുക. ഈ യാത്രയിലെ മറ്റൊരു എടുത്തു പറയേണ്ട സവിശേഷത എന്ന് പറയുന്നത്, പറമ്പിക്കുളത്തേക്ക് പോകുമ്പോൾ നമ്മൾ വട്ടവടയിൽ ചെയ്യുന്നത് പോലെ തന്നെ തമിഴ്നാട്ടിൽ പ്രവേശിച്ചതിന് ശേഷം മാത്രമാണ് നമുക്ക് വീണ്ടും കേരളത്തിലേക്ക് പോകാൻ സാധിക്കുക. അതായത് കേരളത്തിൽ നിന്ന് ചെന്ന് തമിഴ്നാട്ടിൽ പ്രവേശിച്ച് വീണ്ടും കേരളത്തിലേക്ക് ഇറങ്ങുന്നു. തമിഴ്നാട്ടിൽ കയറാതെ ഒരു കാരണവശാലും പറമ്പിക്കുളത്തേക്ക് എത്താൻ സാധിക്കുകയില്ല. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഈ പറമ്പിക്കുളം കാടിനുണ്ട്. അവിടേക്കാണ് നമ്മൾ യാത്ര തുടരുന്നത്. നമ്മുടെ ബസ് 8:15 കൂടി പാലക്കാട് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്നും യാത്ര തുടരുകയാണ്. നമ്മുടെ ഈ KSRTC ബസ്സിൻ്റെ റൂട്ട് കൂടി നമുക്കൊന്ന് നോക്കാം. പാലക്കാട് നിന്ന് പുറപ്പെട്ട് പാറ, കൊഴിഞ്ഞാമ്പാറ, ഗോപാലപുരം, പൊള്ളാച്ചി, സേതുമഴ, അണ്ണാമലൈ ടൈഗർ റിസർവ് വഴി ടോപ്പ് സ്ലിപ്പിലെത്തുന്നു. അവിടെ നിന്നും പറമ്പിക്കുളത്തേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ബസ് അങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം ഒരു 8:15 കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 7:50 പാലക്കാട് നിന്ന് പുറപ്പെടുന്ന ബസ് ഏകദേശം 4 മണിക്കൂറോളം പിന്നിട്ട് 11:50 കൂടി 12 മണിയോടടുത്താണ് പറമ്പിക്കുളത്ത് എത്തുന്നത്. 100 കിലോമീറ്ററോളം ദൂരം സഞ്ചരിച്ചാണ് നമ്മുടെ ബസ് പറമ്പിക്കുളത്ത് എത്തിച്ചേരുന്നത്. നമ്മൾ പറമ്പിക്കുളം അവസാന സ്റ്റോപ്പിലേക്കാണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഈ ബസ്സിൽ തന്നെ മടങ്ങിപ്പോരാനായിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന ജംഗ്ഷനിൽ നിന്നും നമുക്ക് മുന്നോട്ടാണ് പോകാനുള്ളത്. വലത്തേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂർ റൂട്ടാണ്. നമ്മുടെ മുന്നിൽ കാണുന്ന മേൽപ്പാലം എന്ന് പറയുന്നത് നാഷണൽ ഹൈവേ ആണ്. നാഷണൽ ഹൈവേയുടെ അടിയിൽ കൂടി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കൂട്ടുപാത എന്ന സ്ഥലത്താണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവിടെ നിന്ന് വലത്തേക്ക് തിരിഞ്ഞ് നമ്മൾ പൊള്ളാച്ചി റൂട്ടിലേക്ക് കയറുകയാണ്. മുന്നിലൂടെ നേരെ കിടക്കുന്ന റോഡ് കോയമ്പത്തൂർ വാളയാർ റൂട്ടാണ്. നമ്മൾ ആ റൂട്ടിൽ പോകാതെ പൊള്ളാച്ചി റൂട്ടിലേക്ക് തിരിഞ്ഞ് നമ്മൾ യാത്ര തുടരുകയാണ്. ഈ പൊള്ളാച്ചി റൂട്ടിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരുപാട് കാഴ്ചകളും പ്രകൃതി ഭംഗിയും എല്ലാം ഉള്ളൊരു റൂട്ടാണിത്. ഈ റൂട്ടിൽ 24 മണിക്കൂറും ബസ് സർവീസ് ഉണ്ടാവും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. എപ്പോഴും സർവീസ് ഉണ്ട്. KSRTCയുടെയും തമിഴ്നാട് RTCയുടെയും ബസ്സുകൾ എല്ലാ സമയത്തും ഉള്ളൊരു റൂട്ടാണിത്. പാലക്കാടിൻ്റെ ഏത് വഴികളിൽ കൂടി പോയാലും ഇത്തരത്തിലുള്ള നെൽപ്പാടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ കൃഷിക്ക് തയ്യാറെടുത്ത് കിടക്കുന്ന നെൽപ്പാടങ്ങളാണ്. ചില സമയത്തൊക്കെ നമ്മൾ വരുമ്പോൾ വിളവ് പാകമായ സ്വർണ്ണവർണ്ണമായ നെൽപ്പാടങ്ങൾ വിളഞ്ഞു നിൽക്കുന്ന കാണാൻ വല്ലാത്തൊരു ഭംഗിയാണ്. ഒപ്പം കരിമ്പനകളും പാലക്കാടിൽ മാത്രം കാണപ്പെടുന്ന ഒരു പ്രത്യേകതരം അനുഭവമാണിത്. ഇപ്പോൾ നമ്മൾ കൊഴിഞ്ഞാമ്പാറയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കൊഴിഞ്ഞാമ്പാറയാണ് നമ്മുടെ അവസാന അതിർത്തി പട്ടണം എന്ന് തന്നെ പറയാം. മെയിൻ പട്ടണം
ഗോപാലപുരം കൊണ്ടാണ് ബോർഡർ അവസാനിക്കുന്നതെങ്കിലും കൊഴിഞ്ഞാമ്പാറ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ്. കൊഴിഞ്ഞാമ്പാറ ബസ് സ്റ്റാൻഡിലേക്കാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ബസ് ഇവിടെ ഒരു ടീ ബ്രേക്കിനായിട്ട് നിർത്തും. 10 മിനിറ്റോളം കഴിഞ്ഞാണ് ഇവിടെ നിന്ന് യാത്ര തുടരുന്നത്. നമ്മുടെ മുന്നിൽ കാണുന്ന ഈ ബസ്സെല്ലാം ഇൻ്റർസ്റ്റേറ്റ് പോകുന്ന ഇതൊരു കോയമ്പത്തൂർ ബസ്സാണ്. മുന്നിൽ കാണുന്നത് നമുക്ക് തൊട്ട് മുമ്പ് പാലക്കാട് നിന്ന് വന്ന ഒരു പൊള്ളാച്ചി ബസ്സാണ്. തുടങ്ങിയ ഒരുപാട് ബസ്സുകൾ, പ്രൈവറ്റ് ബസ്സുകൾ ഇൻ്റർസ്റ്റേറ്റ് ആയിട്ട് ഓടുന്ന ഒരു റൂട്ടാണ് ഈ ഗോപാലപുരം പൊള്ളാച്ചി കൊഴിഞ്ഞാമ്പാറ റൂട്ടെന്ന് പറയുന്നത്. നമ്മൾ ഇവിടെ നിന്ന് ബസ് പുറപ്പെടുകയാണ്. നമ്മുടെ ബസ് ഇപ്പോൾ പൊള്ളാച്ചി ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത പ്രധാനപ്പെട്ട പട്ടണമെന്ന് പറയുന്നത് ഗോപാലപുരമാണ്. അവിടെയാണ് കേരള അതിർത്തി ബോർഡർ വരുന്നത്. അവിടെ ഒരു ചെക്ക് പോസ്റ്റും കാര്യങ്ങളുമൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത് പൊള്ളാച്ചിയിലേക്കായിരിക്കും. ഏകദേശം 10-12 കിലോമീറ്ററിനപ്പുറം പൊള്ളാച്ചി ടൗണിലേക്ക് നമ്മളെത്തും. അങ്ങനെ നമ്മൾ ഗോപാലപുരം എന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ അടുത്ത് തന്നെയാണ് ഗോപാലപുരത്തിൻ്റെ ചെക്ക് പോസ്റ്റ് ഉള്ളത്. ഇപ്പോൾ ബസ് കിടക്കുന്നത് കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് മാറുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ചെക്ക് പോസ്റ്റ്. ഇപ്പോൾ നമ്മൾ ചെക്ക് പോസ്റ്റ് പിന്നിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വലതുവശത്ത് കാണുന്നതാണ് ചെക്ക് പോയിൻ്റ് വരുന്നത്. അവിടെ നിന്ന് നമ്മൾ ഈ റോഡിൻ്റെ തന്നെ അവസ്ഥ ഉടനെ മാറിയിട്ടുണ്ട്. നമ്മൾ തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കുകയായി. തമിഴ്നാടിൻ്റെ വെൽക്കം ബോർഡെല്ലാം നമുക്ക് മുന്നിൽ കാണാം. റോഡിൻ്റെ അവസ്ഥ എൻറ്റയർലി മാറിയിട്ടുണ്ട്. എത്ര മനോഹരമായ റോഡുകളാണ് തമിഴ്നാട്ടിലുള്ളതെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ നേരിൽ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ിത് നമ്മളിപ്പോൾ പൊള്ളാച്ചി ടൗണിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഡ്രൈവർ സെന്തിൽകുമാർ സാറാണ് നമുക്ക് ഇതിൻ്റെ വിവരങ്ങളൊക്കെ തന്നത്. നമ്മുടെ ഇടതുവശത്ത് ആദ്യം കാണുന്ന സ്റ്റാൻഡ് മധുര, പളനി തുടങ്ങിയ ലോങ് റൂട്ട് ബസ്സുകൾ പ്രവേശിക്കുന്ന സ്റ്റാൻഡാണ്. അത് കഴിഞ്ഞ് വലതുവശത്ത് മറ്റൊരു സ്റ്റാൻഡ് കൂടിയുണ്ട്. ആ സ്റ്റാൻഡിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സ്റ്റാൻഡിൽ പ്രധാനമായും ലോക്കൽ ബസ് സർവീസുകളാണ് കൂടുതലായും വന്നെത്തുന്നത്. മലക്കപ്പാറ തുടങ്ങിയ റൂട്ടിൽ നിന്നുള്ള ബസ്സുകൾ ആ സ്റ്റാൻഡിന് ഒക്കെയാണ് വന്നെത്തുന്നത്. നമ്മുടെ ബസ് പാലക്കാട് സൈഡിൽ നിന്ന് വരുന്ന ബസ്സുകളൊക്കെ അവിടെ കയറിയതിന് ശേഷമാണ് യാത്ര തുടരുന്നത്. നമ്മളങ്ങനെ സ്റ്റാൻഡിലേക്ക് പാർക്ക് ചെയ്യുന്നതിന് വേണ്ടി കയറിക്കൊണ്ടിരിക്കുകയാണ്. തമിഴ്നാട് RTCയുടെ 2 സർവീസുകൾ ഇവിടെ നിന്നാണ് നടത്തുന്നത്. രാവിലെ 6 മണിക്ക് പോകുന്ന ട്രിപ്പ് പറമ്പിക്കുളത്ത് പോയി 8 മണിയോടുകൂടി അവിടെ നിന്ന് തിരിച്ചു പോരും. അതിനുശേഷം 3 മണിക്ക് ഇവിടെ നിന്ന് പോകുന്ന ട്രിപ്പ് 6 മണിക്ക് അവിടെ നിന്ന് തിരിച്ചു പോരും. അങ്ങനെയാണ് 2 സർവീസുകളുള്ളത്. അങ്ങനെ കുറച്ച് നേരത്തെ വിശ്രമത്തിന് ശേഷം നമ്മുടെ ബസ് ഇവിടുന്ന് യാത്ര തുടരുകയായി. അപ്പോഴാണ് സെന്തിൽകുമാർ സാറ് നമുക്ക് ഇത്തരത്തിൽ പിങ്ക് നിറത്തിലുള്ള ബസ്സുകളുടെ സവിശേഷതയെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി തന്നത്. ഇത്തരത്തിൽ പിങ്ക് നിറം കൊടുത്തിരിക്കുന്ന ബസ്സുകളിലെല്ലാം സ്ത്രീകൾക്ക് സൗജന്യ യാത്രയാണ് സർക്കാർ കൊടുക്കുന്നത്. തമിഴ്നാട് സർക്കാരിൻ്റെ ഇത്തരത്തിൽ പിങ്ക് നിറത്തിൽ കൊടുത്തിരിക്കുന്ന എല്ലാ ബസ്സുകളിലും സ്ത്രീകൾക്ക് സൗജന്യ യാത്രയാണ് നൽകുന്നത്. ഇതിൽ പുരുഷന്മാർക്കും കയറുന്നതിനും യാത്ര ചെയ്യുന്നതിനും കുഴപ്പമില്ല, പക്ഷേ ടിക്കറ്റ് എടുക്കേണ്ടതായിട്ടുണ്ട്. ഈ കാണുന്നത് പൊള്ളാച്ചി മുനിസിപ്പാലിറ്റിയുടെ ഓഫീസാണ്. എത്ര വലിയ കെട്ടിടമാണെന്ന് നോക്കൂ. അങ്ങനെ പൊള്ളാച്ചി മുനിസിപ്പാലിറ്റി പിന്നിട്ട് നമ്മൾ വീണ്ടും യാത്ര തുടരുകയായി. ബസ്സിന് ഒരുപാട് ഡ്യൂട്ടികൾ ചെയ്യാനുണ്ട്.
പറമ്പിക്കുളത്തേക്കുള്ള സാധന സാമഗ്രികൾ കൊണ്ടുപോവുക, കത്ത് വിവരങ്ങൾ കൊണ്ടുപോവുക, ലഗേജുകൾ കൊണ്ടുപോവുക തുടങ്ങിയ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നോക്കുന്ന ഒരു സർവീസാണ് ഈ KSRTCയുടെ പറമ്പിക്കുളം സർവീസ്. ഇവിടെ നിന്ന് പറമ്പിക്കുളത്തേക്കുള്ള പച്ചക്കറികളും പലവ്യഞ്ജനങ്ങളുമൊക്കെ ഈ ബസ്സിലാണ് സാധാരണ കൊണ്ടുപോകാറുള്ളത്. അപ്പോൾ ആ സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് കയറ്റാനുണ്ട്. അത് കയറ്റുന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. പഴങ്ങളും പച്ചക്കറികളും വെജിറ്റബിൾസും എണ്ണയും എല്ലാം ഈ ബസ്സിലാണ് ഇത്തരത്തിൽ കയറ്റിക്കൊണ്ട് പോകുന്നത്. നമ്മുടെ ബസ് ഓൾമോസ്റ്റ് നിറഞ്ഞിരിക്കുകയാണ് സാധനങ്ങൾ കൊണ്ട്. പൊള്ളാച്ചി റൂട്ടിലെ തന്നെ ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ പൂമരങ്ങൾക്ക് തുല്യമായി പുളിമരങ്ങൾ വെച്ച് നമുക്ക് മുന്നിലേക്ക് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അത് പൊള്ളാച്ചിയിലേക്ക് മടങ്ങി വരികയാണ്. ഇപ്പോൾ ഏകദേശം 10 മണിയോടടുത്ത് സമയമായിട്ടുണ്ട്. നമ്മൾ ആനമലൈ ടൈഗർ റിസർവിൻ്റെ ചെക്ക് പോയിൻറ്റിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. മുന്നിൽ കാണുന്ന ഇതാണ് തമിഴ്നാട് സർക്കാരിൻ്റെ ആനമലൈ ടൈഗർ റിസർവിൻ്റെ പ്രവേശന കവാടം. നമ്മൾ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്വകാര്യ വാഹനങ്ങളിലെത്തുന്നവർ ഇവിടെ ഇറങ്ങി അവരുടെ പേരും വിവരങ്ങളും മറ്റുമൊക്കെ കൊടുത്തതിന് ശേഷം മാത്രമേ ഫോറസ്റ്റിനുള്ളിൽ പ്രവേശിക്കാൻ അനുമതി കിട്ടുകയുള്ളൂ. നമ്മൾ KSRTCയിലായതുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ ആവശ്യമില്ല. ഈ മുന്നിൽ കാണുന്നതാണ് തമിഴ്നാട് ആനമലൈ ടൈഗർ റിസർവിൻ്റെ ചെക്ക് പോയിൻ്റ് വരുന്നത്. അവിടെ ആളുകൾ ക്യൂ നിന്ന് ടിക്കറ്റും മറ്റുമൊക്കെ എടുത്ത് അനുവാദത്തോടു കൂടി മാത്രമേ നമുക്കുള്ളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ വാഹനത്തിനും അതിൽ സഞ്ചരിക്കുന്ന ആളുകൾക്കും നിശ്ചിത ഫീസ് അടച്ചെങ്കിൽ മാത്രമേ ഇവിടെ പ്രവേശനം അനുവദിക്കുകയുള്ളൂ. നമ്മൾ KSRTCയിലായതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ആവശ്യം വരുന്നില്ല. 4 വീലർ മുതൽ മറ്റു വലിയ വാഹനങ്ങളിൽ മാത്രമേ ഈ കാട്ടിനുള്ളിലേക്ക് പ്രവേശനം ഉണ്ടായിരിക്കുകയുള്ളൂ. 7 മണി മുതൽ വൈകിട്ട് 4 മണി വരെ മാത്രമേ ഇതിനുള്ളിൽ പ്രവേശിക്കാൻ അനുവാദം ലഭിക്കുകയുള്ളൂ. 2 വീലർ ഒരു കാരണവശാലും അകത്തേക്ക് പ്രവേശിക്കാൻ അനുവദിക്കുന്നതല്ല.
ഈ യാത്രയ്ക്ക് ഏറ്റവും മികച്ചതും ഉത്തമവുമായ സമയമെന്ന് പറയുന്നത് മഴയ്ക്ക് ശേഷമുള്ള സമയമാണ്. അപ്പോൾ വനത്തിൽ നിറയെ നല്ല പച്ചപ്പായിരിക്കും. ഇപ്പോൾ വേനലിൻ്റെ സമയമൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരല്പം ജൂൺ മാസം ആകാൻ പോകുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പൊതുവെ പച്ചപ്പ് കുറച്ച് കുറവാണ്. ഒരു വരണ്ട കാലാവസ്ഥയിലുള്ള സമയമായിട്ടാണ് ഇപ്പോൾ കാട് കിടക്കുന്നത്. അതിൻ്റേതായിട്ടുള്ള ഒരു കുറവ് നമുക്ക് യാത്രയിൽ ഫീൽ ചെയ്യും. പക്ഷേ ഈ സമയത്ത് വന്യമൃഗങ്ങളെ കാണാനുള്ള സാധ്യതയും പൊതുവെ കുറവാണ്. മഴയുള്ള സമയത്താണെങ്കിൽ മഴയുള്ളപ്പോൾ വന്യമൃഗങ്ങളെ നമുക്ക് വഴിയുടെ ഇരുവശവും ധാരാളമായി കാണാൻ സാധിക്കും. ഇനി ഇവിടെ നിന്ന് യാത്രകൾ കാട്ടിന് നടുക്ക് കൂടിയാണ്. നമ്മളുടെ യാത്രകളിൽ ഇനി മുന്നോട്ട് കാണാനുള്ളത് ഹെയർ പിൻ വളവുകളാണ്. ഏകദേശം 10-12ഓളം ഹെയർ പിന്നുകൾ പിന്നിട്ട് നമ്മൾ എത്താൻ പോകുന്നത് ടോപ്പ് സ്ലിപ്പ് എന്ന തമിഴ്നാടിൻ്റെ മറ്റൊരു ചെക്ക് പോയിൻറ്റിലേക്കാണ്. അത് ചെക്ക് പോയിൻ്റ് അല്ല, ശരിക്കും പറഞ്ഞാൽ അതൊരു വിനോദ സഞ്ചാരികൾക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന തമിഴ്നാട് വനം വകുപ്പിൻ്റെ ഒരു പോയിൻ്റാണ്. അവിടെ നിന്നാണ് സഞ്ചാരികൾക്കുള്ള ട്രെക്കിങ്ങും എലിഫൻറ്റ് സഫാരികളും മറ്റ് വാഹനങ്ങളിലുള്ള ട്രെക്കിങ് തുടങ്ങിയ ഒരുപാട് പദ്ധതികൾ അവിടെ ആവിഷ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സെന്തിൽകുമാർ സാറ് നല്ല സൂപ്പറായിട്ട് ഈ റൂട്ടിൽ മികച്ച ഒരു ഡ്രൈവിങ് നമുക്ക് മുന്നിൽ കാഴ്ചവെക്കുന്നുണ്ട്. അത്യാവശ്യം ഇടുങ്ങിയ ഹെയർ പിന്നുകളാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഗവിയിലെ പോലെയോ മറ്റ് സ്ഥലങ്ങളിലെ പോലെയോ ചെറിയ ചേസ് വണ്ടിയല്ല ഇതിൽ. ഒരുപാട് ആളുകളും സാധനങ്ങളും കയറ്റുന്നതുകൊണ്ട് തന്നെ വലിയ ബസ് തന്നെയാണ് പാലക്കാട് ഡിപ്പോ ഈ സർവീസിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഈ ചെറിയ ഇടുങ്ങിയ വഴിയിൽ കൂടി നമ്മുടെ സാധാരണ റോഡിലോടുന്ന KSRTC ബസ്സിനെ കൊണ്ടുപോകുക എന്ന് പറയുന്നത് അല്പം ശ്രമകരമായ ജോലിയാണ്. അദ്ദേഹം വളരെ ഉത്തരവാദിത്തത്തോടു കൂടി അത് കൃത്യമായി നിർവഹിക്കുന്നുണ്ട്. അത് എടുത്തു പറയേണ്ടതാണ്. ഓപ്പോസിറ്റ് പല വാഹനങ്ങളും വരുമ്പോൾ ഈ റൂട്ടിൽ കൈകാര്യം ചെയ്യാൻ വളരെ പ്രയാസമാണ്. നമ്മുടെ വാഹനം ഇപ്പോൾ സഞ്ചരിക്കുന്നത് വളരെയധികം മുളങ്കൂട്ടങ്ങളുള്ള ഒരു പ്രദേശത്ത് കൂടിയാണ്. ഇവിടെ പലപ്പോഴും കാറ്റിൽ മുളങ്കൂട്ടങ്ങൾ വന്ന് ഒടിഞ്ഞു വീഴുന്നതും റോഡ് തടസ്സപ്പെടുന്നതൊക്കെ സാധാരണമാണ്. അതിലെല്ലാം ഉപരി ഒരുപാട് വന്യമൃഗങ്ങൾ, ആനകളൊക്കെ പലപ്പോഴും ഈ റോഡിൽ ഇവിടെ വെച്ച് കാണാറുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ പ്രദേശത്തുള്ള വന്യമൃഗങ്ങൾ പൊതുവെ ശാന്തസ്വരൂപരാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം ഇവിടെ വെള്ളത്തിനോ ഭക്ഷണത്തിനോ ഒന്നോ യാതൊരുവിധ ബുദ്ധിമുട്ടുകളും അവർക്കുണ്ടാകുന്നില്ല. എല്ലാ സമയത്തും ഈ കടുത്ത വേനലിൻ്റെ സമയത്തും വളരെ ധാരാളമായി പച്ചപ്പ് കാണുന്ന ഒരു പ്രദേശമാണ് ഈ ആനമലൈ എന്ന് പറയുന്നത്. നമുക്ക് എതിരെ വന്ന മറ്റൊരു വണ്ടിയിൽ നിന്ന് സെന്തിൽകുമാർ സാറിന് മുകളിൽ 2 ചെക്ക് പോസ്റ്റുകളിലും വലിയ രീതിയിലുള്ള തിരക്കുണ്ടെന്നും വണ്ടികളെല്ലാം ബ്ലോക്കാണെന്നുമുള്ള നിർദ്ദേശം കിട്ടി. അതിൻ പ്രകാരമാണ് നമ്മൾ മുന്നിലേക്ക് പോകുന്നത്. നമ്മളിപ്പോൾ ടോപ്പ് സ്ലിപ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ടോപ്പ് സ്ലിപ്പിൽ പതിവില്ലാതെ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. അവിടേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് തമിഴ്നാടിൻ്റെ 2ാമത്തെ ചെക്ക് പോയിൻ്റ് വരുന്നത്. ഇവിടെ നിന്നാണ് ആന സഫാരിയും മറ്റ് ട്രക്കിങ്ങും സ്റ്റേയും മറ്റുമൊക്കെ ഇവിടെയാണ് ലഭിക്കുന്നത്. തമിഴ്നാട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫോറസ്റ്റ് ഓഫീസാണിത്. ഇവിടം പിന്നിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ കേരള സർക്കാരിൻ്റെ പറമ്പിക്കുളം ടൈഗർ റിസർവിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. ഇപ്പോൾ മറികടന്ന 2 ചെക്ക് പോസ്റ്റുകളും തമിഴ്നാടിൻ്റേതായിട്ടാണ്. ഇവിടെ നിന്നാണ് തമിഴ്നാട്ടിലെ സഞ്ചാരികൾക്കുള്ള എല്ലാവിധ സംവിധാനങ്ങളും ട്രക്കിങ്ങും എല്ലാം ഉള്ളത്. മുന്നിൽ കാണുന്നത് തമിഴ്നാട് സർക്കാരിൻ്റെ മറ്റൊരു ട്രക്കിംഗ് വാഹനമാണ്. ഇത്തരത്തിലുള്ള വാഹനങ്ങളിലാണ് സഞ്ചാരികളെ മൃഗങ്ങളെ മറ്റും കാണിക്കാനും ഡാം കാണിക്കാനും ഒക്കെ കൊണ്ടുപോകുന്നത്. നിങ്ങൾ ഈ യാത്രയിൽ കൂടുതലായി വനത്തിൻ്റെ ഭംഗിയും മറ്റു കാര്യങ്ങളുമൊക്കെ കാണാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായും നമ്മളുടെ ഈ KSRTC സർവീസ് ഉപയോഗിക്കാം. അല്ലാതെ പക്ഷം വന്യമൃഗങ്ങളെയും മറ്റു മൃഗങ്ങളെയും ഒക്കെ കണ്ട് എൻജോയ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ 6 മണിക്ക് പൊള്ളാച്ചിയിൽ നിന്ന് വരുന്ന തമിഴ്നാട് RTCയുടെയും അതിനുശേഷം 6 മണിയോടുകൂടി ഇവിടെ നിന്ന് പുറപ്പെടുന്ന തമിഴ്നാട് RTCയുടെ രാത്രി പോകുന്ന വാഹനത്തിലും കയറിയാൽ നിങ്ങൾക്ക് കൂടുതൽ വന്യമൃഗങ്ങളെ ആ സമയത്ത് കാണാൻ സാധിക്കുന്നതാണ്. നമ്മളുടെ ബസ് ഇപ്പോൾ പറമ്പിക്കുളത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് മുമ്പ് മറ്റൊരു ഡ്രൈവർ നിർദ്ദേശം തന്ന പോലെ തന്നെ പറമ്പിക്കുളത്ത്
വലിയ തിരക്കാണ് വാഹനങ്ങളുടെ. സെൻകുമാർ സാറ് ഒരുപാട് കഷ്ടപ്പെട്ടാണ് വാഹനം ഓടിക്കുന്നത്. മഹേഷ് സാറ് നമ്മുടെ വാഹനത്തിൻ്റെ മുന്നേ പോയി ഗതാഗത കുരുക്കുകളെല്ലാം ഒഴിവാക്കി വാഹനത്തെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇപ്പോൾ പറമ്പിക്കുളം ചെക്ക് പോസ്റ്റിൻ്റെ മുന്നിലെത്തിയിരിക്കുകയാണ്. ഈ കാണുന്നതാണ് നമ്മുടെ പറമ്പിക്കുളം ടൈഗർ റിസർവിൻ്റെ പ്രവേശന കവാടം. നമ്മുടെ കേരള വനംവകുപ്പ് ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് വേണ്ടി പല രീതിയിലുള്ള പാക്കേജുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ട്രക്കിംഗ് പാക്കേജുകളുണ്ട്, സ്റ്റേ പാക്കേജുകളുണ്ട്, മറ്റ് അനവധി പാക്കേജുകളുണ്ട്. അത് നിങ്ങൾക്ക് ആവശ്യാനുസരണം അവരുടെ സൈറ്റിൽ കയറി നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇവിടെ നേരിട്ടെത്തുന്നവർക്കും ഇവിടെ നിന്ന് ട്രക്കിങ്ങിനുള്ള വാഹനങ്ങളും മറ്റും ലഭിക്കുന്നതാണ്. നമ്മുടെ ബസ് ഇവിടെ നിന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ നമ്മുടെ KSRTC ബസ്സിലെത്തിയാൽ സാധിക്കുന്ന ഒരു ഗുണമെന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാൻ സാധിക്കും. ഈ ട്രക്കിങ്ങിൻ്റെ ഓൾമോസ്റ്റ് ഒരു 90% കാഴ്ചകൾ നമുക്ക് ഈ ബസ്സിൽ നിന്ന് തന്നെ കാണാൻ സാധിക്കും. 2 സ്ഥലങ്ങളിൽ മാത്രമേ നമുക്ക് KSRTC ബസ് പോകാതെയുള്ളൂ. ഒന്ന് കന്നിമര തേക്കുംതോട്ടം, മറ്റൊന്ന് പറയുന്നത് പറമ്പിക്കുളത്തെ ഡാമാണ്. ഈ 2 സ്ഥലങ്ങളിലും ട്രക്കിംഗ് വാഹനങ്ങളിൽ പോയാൽ മാത്രമേ നിങ്ങൾക്ക് കാണാൻ സാധിക്കൂ. അല്ലാത്ത പക്ഷം നമ്മുടെ ഈ KSRTCയിൽ പോയാൽ നമുക്ക് എല്ലാ കാഴ്ചകളും കാണാവുന്നതാണ്. സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വഴിയുടെ ഇടതുവശം ചേർന്നുള്ളത് തുണക്കടവ് ഡാമിൻ്റെ റിസർവോയറാണ്. അതിനോട് ചേർന്ന് നമ്മൾ മുന്നോട്ട് യാത്ര തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തന്നെ വനം വകുപ്പ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്റ്റേ റൂമുകൾ കാണാൻ സാധിക്കും. ഇത്തരത്തിലുള്ള റൂമുകളിൽ നമുക്ക് താമസ സൗകര്യം ലഭ്യമാണ്. അതിന് നമ്മുടെ വനം വകുപ്പിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സൈറ്റിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത്തരമുള്ള റൂമുകൾ എടുത്താലുള്ള ഗുണമെന്ന് പറയുന്നത് വന്യമൃഗങ്ങളും മറ്റുമൊക്കെ വെള്ളം കുടിക്കാൻ എത്തുന്നതിൻ്റെ കാഴ്ചകളുമൊക്കെ നമുക്ക് ഈ റൂമിൽ ഇരുന്നു കൊണ്ട് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. നമ്മളിപ്പോൾ തുണക്കടവ് ഡാമിൻ്റെ പരിസരത്തേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ വനം വകുപ്പ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വാഹനങ്ങളിൽ ട്രക്കിങ്ങിനും മറ്റുമൊക്കെയായി പോവുകയാണെങ്കിൽ ഈ ഡാമിൽ പ്രവേശിക്കുന്നതിനുള്ള അനുവാദം കിട്ടുന്നതാണ്. ഇവിടെ കുറച്ച് സമയം ചെലവഴിക്കാൻ നമുക്ക് അപ്പോൾ സാധിക്കുന്നതുമാണ്. ഇവിടെ നിന്ന് വീണ്ടും നമ്മൾ യാത്ര മുന്നോട്ട് തുടരുകയാണ്. എത്ര മനോഹരമായ ഭൂപ്രദേശമാണെന്ന് കണ്ടു നോക്കൂ സുഹൃത്തുക്കളെ. നമ്മുടെ മുന്നിൽ കൂടി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന വാഹനം എന്ന് പറയുന്നത് വനം വകുപ്പ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഞ്ചാരികൾക്ക് വേണ്ടിയുള്ള ട്രക്കിംഗ് വാഹനമാണ്. ഇത്തരത്തിലുള്ള വാഹനങ്ങളിലാണ് സഞ്ചാരികളെ മറ്റ് വന്യമൃഗങ്ങളെ കാണിക്കാനും ഡാം കാണിക്കാനും വില്ലേജ് കാണിക്കാനും കന്നിമര തേക്കിൻതോട്ടം കാണിക്കാനും ഒക്കെ ആയിട്ട് കൊണ്ടുപോകുന്നത്. പെർ ഹെഡിന് ഏകദേശം 500 രൂപയ്ക്ക് താഴെ എന്തോ മറ്റാണ് ചാർജ് എന്നാണ് സെൻകുമാർ സാറ് പറഞ്ഞത്. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വനം വകുപ്പ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സൈറ്റിൽ കയറിയാൽ അറിയാൻ സാധിക്കുന്നതാണ്. ഞാൻ ആ സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. മഴക്കാലത്തും മറ്റും മരങ്ങൾ ഒടിഞ്ഞ് റോഡിലേക്ക് വീണ് തടസ്സപ്പെട്ട് കിടക്കുന്നത് നമുക്ക് പലയിടത്തും കാണാൻ സാധിക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഈ ചെറിയ ചാനലിന് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. തീർച്ചയായും കാണുന്ന സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും കൂട്ടുകാരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. മാക്സിമം നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ചാനലിനെ വിജയിപ്പിക്കുക.
വലതുവശത്ത് കാണുന്നത് ഇവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ മറ്റ് റൂമുകളും ഓഫീസുകളും ഒക്കെയാണ്. നമ്മുടെ ബസ്സിൻ്റെ അവസാനത്തെ സ്റ്റോപ്പ് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ മുന്നിൽ കാണുന്ന വഴിയിൽ കൂടി ചെല്ലുന്ന സ്ഥലത്ത് നമ്മുടെ ബസ്സിൻ്റെ യാത്ര അവസാനിക്കും. അവിടെ നിന്ന് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതല്ല. KSRTC ബസ്സും തമിഴ്നാട് RTCയുടെ ബസ്സിൻ്റെയും അവസാനത്തെ സ്റ്റോപ്പിലേക്കാണ് നമ്മളിപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ബസ്സിൻ്റെ യാത്ര ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. നമ്മൾ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ച് മടങ്ങുകയാണ്. മടങ്ങുന്ന യാത്രയിലാണ് നമുക്ക് വന്യമൃഗങ്ങളെയൊക്കെ ഒരുപാട് കാണാൻ സാധിച്ചത്. നമ്മൾ ഈ പോകുന്ന യാത്രയിൽ നമുക്കൊരു ഒറ്റയാന വാഹനത്തിൻ്റെ മുന്നിൽ കാണാൻ സാധിച്ചാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ മുന്നിൽ കിടക്കുന്ന ആ സഞ്ചാരികളെ കൊണ്ടുപോകുന്ന വാഹനം സത്യത്തിൽ ബ്രേക്ക് ഡൗൺ ആയിപ്പോയി. അതിലെ ഉദ്യോഗസ്ഥർ വന്ന് തള്ളി സ്റ്റാർട്ടാക്കിയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അരിക്കൊമ്പനോട് വളരെയധികം സാദൃശ്യമുള്ളൊരു ഒറ്റയാനാണ് നമ്മുടെ മുന്നിൽ കൂടി ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം അരിക്കൊമ്പൻ്റെയൊക്കെ രൂപത്തിന് സമാനമായി എനിക്ക് അവനെ തോന്നുന്നുണ്ട്. ആ,